മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറന്നിറങ്ങാൻ കൊതിച്ച് കെ.സി. വേണുഗോപാൽ അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങളെല്ലാം ഫലവത്താവുകയാണ്. വിഭജിച്ച് ഭരിക്കുക എന്ന സായിപ്പിൻ്റെ അതേ തന്ത്രം തന്നെയാണ് വേണുഗോപാൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് KPCCയിലെ വഴക്കുകൾ മുഴുവൻ നടക്കുന്നത്. സുധാകരനെ മാറ്റണമെന്ന് സതീശനും കൂട്ടരും പറയുമ്പോൾ അതിന് തടയിടുന്നതും ഇതേ വേണുഗോപാൽ തന്നെയാണ്. എങ്ങനെയായാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ തമ്മിൽ തല്ലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൊതുസമ്മതനായി മദാമ്മയുടെയും മക്കളുടെയും അനുഗ്രഹ ആശീർവാദത്തോടെ കളത്തിലിറങ്ങാമെന്നാണ് കെ.സി. വേണുഗോപാലിൻ്റെ കണക്കുകൂട്ടൽ. ഇതിനുവേണ്ടി മുഖ്യമന്ത്രി മുഖവുമായി നടക്കുന്ന മുഴുവൻ പേരെയും മൂപ്പിച്ച് കളത്തിലിറക്കിയിരിക്കുകയാണ് ആശാൻ. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കുമോ എന്ന കാര്യമാണ് ചർച്ചയ്ക്ക് വരാത്തത്. അത് ചിന്തിക്കണം. അത് കോൺഗ്രസ്സുകാരും ചിന്തിക്കുന്നില്ല. കോൺഗ്രസ്സുകാരുടെ മുഴുവൻ വിചാരം 2026 തെരഞ്ഞെടുപ്പിൽ നിയമസഭ പിടിച്ചെടുക്കാമെന്നാണ്. കഴിഞ്ഞ 9 വർഷമായി ഫലത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇന്ന് മനസ്സിലാകാതെ പോയ കാര്യം കോൺഗ്രസിൻ്റെ അടിത്തറ തകർന്നിരിക്കുകയാണെന്നുള്ളതാണ്. കോൺഗ്രസ് സ്നേഹിച്ചിരുന്ന ഒരു തലമുറ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസ് എങ്ങനെ ആഞ്ഞു പിടിച്ചാലും രക്ഷയില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം 2001 വിജയശേഷം കോൺഗ്രസ്സുകാർ ചക്കളത്തി പോരാട്ടം നടന്ന സമയത്ത് മറ്റുള്ളവർ ഗ്രഹപാഠം ചെയ്ത് ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതാണ്. 2006 മുൻപ് നടന്ന മണ്ഡലം പുനഃസംഘടനാ സമയത്ത് കോൺഗ്രസ്സുകാരെല്ലാം തേരാപ്പാര നടക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ അന്ന് കൃത്യമായ ഗ്രഹപാഠത്തോടെ പുതിയ മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിച്ച് 80-ൽ പരം മണ്ഡലങ്ങൾ സ്ഥിരമായി കയ്യിലൊതുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ പുറത്ത് ആ സീറ്റ് ലഭ്യമായിരുന്നുവെങ്കിൽ മറ്റൊരു മണ്ഡലത്തിലും കോൺഗ്രസ്സിന് അനുകൂലമായ സാഹചര്യമില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലം നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും തിരുവഞ്ചൂർ അല്ലാണ്ട് മറ്റൊരാൾ അവിടെ നിന്നാൽ ആ മണ്ഡലവും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കോൺഗ്രസ്സിന് ഉറപ്പുള്ള ഒരു മണ്ഡലമെന്ന് പറയാവുന്നത് ഇരിക്കൂർ മാത്രമാണ്. മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഞാണിമേൽ തൂങ്ങി കളിച്ച് ജയിക്കുന്ന അവസ്ഥയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറപ്പുള്ള മണ്ഡലങ്ങളിലൊന്നായ റാന്നിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാതെ പോയത്. 1982 UDF രൂപീകരിക്കുമ്പോൾ 63 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. അതാകട്ടെ ആൻ്റണിയുടെയും കരുണാകരൻ്റെയും നേതൃത്വത്തിലുള്ള 2 വ്യത്യസ്ത കോൺഗ്രസ്സുകളിലായിരുന്നു മത്സരം. പിന്നീട് അവർ ഒരുമിച്ച് ശക്തിയായി. പക്ഷേ അന്നു മുതൽ കെ. കരുണാകരൻ നടത്തിയിരുന്നത് കൂടെ നിന്ന ഘടകകക്ഷികളെ ഓരോന്നായി പിളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ്. NDP, SRP, കേരള കോൺഗ്രസ് തുടങ്ങി കരുണാകരൻ്റെ കൈവച്ച് അനുഗ്രഹിക്കാത്ത ചെറുകിട പാർട്ടികളൊന്നും കേരളത്തിലില്ലായിരുന്നു. കോൺഗ്രസിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന നായന്മാരുടെ പാർട്ടിയായ NDPയെ 4-5 കഷ്ണങ്ങളാക്കിയിരുന്നു. അതുകൊണ്ടെല്ലാം കോൺഗ്രസിന് പ്രയോജനമുണ്ടായിരുന്നു. എങ്കിലും കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഘടകകക്ഷികൾക്ക് ബോധ്യമായത് കരുണാകരൻ്റെ ഇത്തരം പ്രവൃത്തികളായിരുന്നു. കേരളത്തിലുള്ളവർ മുഴുവൻ പൊട്ടന്മാരാണെന്ന കാഴ്ചപ്പാടോടെ കരുണാകരൻ്റെ പാത പിന്തുടരാൻ ശ്രമിച്ച ആളാണ് ചെന്നിത്തല. അപ്പോഴേക്കും ഡിജിറ്റൽ യുഗമായി എന്ന തിരിച്ചറിവ് ചെന്നിത്തലയ്ക്ക് ഇല്ലാതെ പോയി. മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എവിടെയൊക്കെയോ രഹസ്യമായി ശേഖരിച്ചു വച്ചിട്ടുണ്ടെന്നും സമയങ്ങളിൽ അവയെല്ലാം വെളിച്ചത്ത് വരുമെന്നുമുള്ള ചിന്ത ചെന്നിത്തലയ്ക്ക് ഇല്ലാതെ പോയി. ചെന്നിത്തലയുടെ തലയിൽ വെളിവും വെളിച്ചവും ഇല്ലെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്. 2006 LDF അധികാരത്തിൽ വന്നു. 2011 തെരഞ്ഞെടുപ്പ് സാങ്കേതികമായി UDFന് അനുകൂലമായിരുന്നുവെങ്കിലും കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവർ ജയിച്ചത്. യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉൾപ്പോരിൻ്റെ അനന്തരഫലമായിരുന്നു അത്. അച്യുതാനന്ദന് തുടർഭരണം ഉണ്ടാകരുതെന്ന് ആരൊക്കെയോ നിശ്ചയിച്ചിരുന്നു. അച്യുതാനന്ദൻ്റെ ഭരണത്തിൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല, മറിച്ച് മുൻപ് പറഞ്ഞതുപോലെ 2006 മുമ്പുണ്ടായ മണ്ഡല പുനഃസംഘടനയിൽ കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തമായ മേൽക്കൈ നേടിയതുകൊണ്ട് സംഭവിച്ചതായിരുന്നു. 2016 അവർ ഭരണം തിരിച്ചു പിടിച്ചു. 21 എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടി പൂർത്തിയാകട്ടെ എന്ന് കരുതി മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടി. പരിണിതപ്രജ്ഞനായിരുന്ന ദാമോദരൻ വക്കീൽ തൻ്റെ മരണത്തിന് തൊട്ടുമുമ്പ് തന്നെ ആശുപത്രിയിൽ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ അവസാനത്തെ ഉപദേശം ഒരുപക്ഷെ മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടിയാൽ തുടർഭരണം ഉറപ്പിക്കാമെന്ന് ഉള്ളതായിരിക്കാം. അതിന് തക്കം പാർത്തിരുന്ന സമയത്താണ് ഉർവശി ശാവം ഉപകാരമെന്ന പോലെ മാണി ഗ്രൂപ്പിനെ ചെന്നിത്തലയും ബെന്നി ബേനാനും കൂടി ചവിട്ടി പുറത്താക്കുന്നത്. അനുഭവ സമ്പത്തുള്ള ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞതാണ് ഇത് ചെയ്യരുതെന്ന്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി അവസാന ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് മാണി ഗ്രൂപ്പിനെ കൈവിട്ടാൽ അവർ ഇല്ലാതായിക്കോളുമെന്ന് ഉമ്മൻചാണ്ടി ഉപദേശം നൽകിയിരുന്നു. അത് കേൾക്കാത്തതിൻ്റെ പരിണതഫലമാണ് ഇന്ന് കോൺഗ്രസ് അനുഭവിക്കുന്നത്. മൂത്തവർ പറയുന്നത് കേൾക്കണ്ടേ? എവിടെ? അനുസരണം വേണം.